അപ്പൊ നമുക്കിനി താമസിക്കേണ്ട തുടങ്ങല്ലേ? എന്നാ തുടങ്ങാം. താങ്കളൊരു ദൈവവിശ്വാസിയാണ്, പക്ഷെ മതവിശ്വാസിയല്ല എന്ന രീതിയിൽ ഈ ദൈവം സഹായിച്ചിട്ടുണ്ടോ യാത്രയിൽ എപ്പോഴെങ്കിലുമൊക്കെ? നല്ല ചോദ്യം. ഈ ദൈവം എന്ന് പറയുമ്പോൾ ഈ പല മനുഷ്യർക്കും പലതാണ് മനസ്സിൽ വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ദൈവം എന്ന് പറയുമ്പോൾ വരുന്നൊരു ഇമേജ് ആയിരിക്കില്ല എൻ്റെ മനസ്സിൽ വരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻസ് വ്യത്യാസം ഉണ്ടാവും, അതാണ് വ്യത്യാസം. തന്നെ എങ്ങനെ വിശ്വസിക്കും? മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. താങ്കളൊരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കും അതിന്? ഞാൻ വരയ്ക്കില്ല, വരയ്ക്കാൻ ശ്രമിക്കില്ല. പേടിയാണോ? പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. ദൈവം താങ്കളെ സഹായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഉത്തരം പറ. അത് ദൈവം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഈ പ്രപഞ്ചമാണ്. ഇപ്പം ഈ കൂടിയിരിക്കുന്ന ആളുകളും അവരുടെ ഒരു പോസിറ്റീവ് എനർജി പോലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എത്ര ആളുകളെ പോസിറ്റീവായിട്ട് ഇൻസ്പയർ ചെയ്യുന്നോ അതിനാനുപാതികമായിട്ട് അവരിൽ നിന്നൊരു റിഫ്ലക്ഷൻ എന്നിലേക്ക് വരുന്നുണ്ടെന്നും അതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഈ പരിപാടി കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നാൽ കാണിച്ചു തരുവരെ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അതാണ് കാര്യം. അപ്പൊ താങ്കളുടെ പ്രവർത്തികൾക്ക് കിട്ടുന്ന ഒരു റിഫ്ലക്ഷനാണ് പോസിറ്റീവ്. ഇപ്പൊ മനസ്സിലായാന്ന്. ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വയം തോന്നിയിട്ടുണ്ടോ? ആഞ്ജനേയ സ്വാമി. അതെനിക്ക് എത്ര പ്രായമായാലും, പ്രായമാകുന്ന വരെ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന യാത്രകളുടെ വലിയ സാധ്യത ഈ കൊച്ചു കേരളത്തിലും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? ഏതാ? എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമേ. എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ട് പ്രായമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടത്. അല്ല അല്ല, അത് ഒരവതാരമാണ്. എന്നെക്കാൾ ചെറുപ്പക്കാരനാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട്. പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. രോമാഞ്ചം കൊണ്ട് വിറച്ചു പോയതാ സാറേ. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും.